രണ്ട് പെൺകുട്ടികൾ എത്തിപ്പെടുന്നു. ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, രണ്ടും വ്യത്യസ്ത കഥകളാണ്. എന്നാൽ ഇതിൻ്റെ മർമ്മം അല്ലെങ്കിൽ ഇവർക്ക് സംഭവിച്ചത് രണ്ടും ഒന്നാണ്. ആദ്യത്തെ പെൺകുട്ടി കാണാതാകുന്ന 1000 പേരിൽ ഒരാളോ ആയി ഒരുപക്ഷെ നമ്മളും മാറിയേക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിൽ തട്ടിപ്പുകളെക്കുറിച്ചാണ്. നിങ്ങൾ തൊഴിൽ അന്വേഷകരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു തൊഴിലിന് വേണ്ടി ഒരുപാട് ആളുകളെ സമീപിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച തൊഴിൽ തേടി പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണോ? ഇതെല്ലാം മനുഷ്യ സഹജമായി നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് അല്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഒരു മനുഷ്യൻ്റെ പഠനകാലത്തിന് ശേഷം തീർച്ചയായും അയാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമായ നിർബന്ധമായ ഒരു കാര്യം തൊഴിൽ അല്ലെങ്കിൽ വരുമാനം. തൊഴിൽ നേടുന്നതിലൂടെയാണല്ലോ സത്യത്തിൽ ഒരാൾക്ക് വരുമാനം വന്നു തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ബിസിനസ്സുകളോ സ്വയം തൊഴിൽ സംരംഭങ്ങളോ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും അതിന് കഴിയണം എന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് മുന്നിലുള്ള ഒരു ഓപ്ഷൻ നമ്മൾ പഠിച്ചതോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതോ ആയ ഒരു മേഖലയിലേക്ക് തൊഴിൽ തേടുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ കോഴ്സുകൾക്കോ സ്ഥാപനങ്ങൾക്കോ നമ്മൾ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾക്കോ പഠിക്കാൻ യാതൊരു കുറവും ഇല്ല. എന്നാൽ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും തൊഴിൽ ലഭ്യമാണോ? തീർച്ചയായും അല്ല എന്നതാണ് നമ്മുടെ നാടിൻ്റെ ഒരു വാസ്തവം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? തൊഴിൽ തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുക എന്നതാണ്. തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പല വഴിയിലൂടെയാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത്. ഒന്നുകിൽ ചില വെബ്സൈറ്റുകൾ മുഖേന അപേക്ഷിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ നൽകുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിക്കുന്ന ഏജൻസികൾ മുഖേന, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് എത്തിച്ചു തരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റികളിലൂടെ. ഇങ്ങനെയാണ് നമ്മൾ ഒരു തൊഴിലിലേക്ക് അല്ലെങ്കിൽ തൊഴിൽ തേടി ഒരു സ്ഥലത്തേക്ക് പല രൂപത്തിലായി എത്തിപ്പെടുന്നത്. അവിടെ എത്തിയതിന് ശേഷം സംഭവിക്കുന്നത് എന്താണ്? അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. തൊഴിൽ അന്വേഷകരെ ചൂഷണം ചെയ്യുന്ന പല ആളുകളും നമുക്ക് ചുറ്റും ഇന്നുണ്ട്. ആ ജോലി ശരിയാക്കി തരാം, ഈ ജോലി ശരിയാക്കി തരാം, അവിടെ ശരിയാക്കി തരാം, ഇവിടെ ശരിയാക്കി തരാം, ആ രാജ്യത്ത് ശരിയാക്കി തരാം, ആ കമ്പനിയിൽ, ഈ കമ്പനിയിൽ. വാഗ്ദാനങ്ങൾ അനവധിയാണ്. നിരവധി വാഗ്ദാനങ്ങളുടെ പ്രലോഭനങ്ങളിൽ തൊഴിലന്വേഷകരെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ തൊഴിലന്വേഷകരെ പ്രലോഭിപ്പിച്ച് അകപ്പെടുത്തി ഈ വാഗ്ദാന പെരുമഴയിൽ ഉൾപ്പെടുത്തി അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മളിൽ നിന്ന് നേടിയെടുക്കാൻ നമുക്ക് ചുറ്റും ചില കഴുകന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവരുടെ പ്രവർത്തന രീതി? ഒന്നുകിൽ നേരിട്ട് ഏജൻസിയുടെ രൂപത്തിൽ അവർ നമുക്ക് മുന്നിൽ അവതരിക്കും. പിന്നീട് വലിയ പ്രലോഭനങ്ങളാണ്. ശമ്പളത്തിൻ്റെ കാര്യത്തിൽ, അലവൻസുകളുടെ കാര്യത്തിൽ, മറ്റ് നേട്ടങ്ങളുടെ കാര്യത്തിൽ, പ്രൊമോഷനുകളുടെ കാര്യത്തിൽ, വിദേശ രാജ്യങ്ങളിൽ നമ്മൾ സുഖിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുള്ള പ്രലോഭനങ്ങൾ. ഇവർ പലരും തട്ടിപ്പുകാരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് എവിടെയാണോ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ഥലം അവിടെ ആ രാജ്യത്ത് എത്തിപ്പെട്ടതിന് ശേഷമാണ്. അപ്പോൾ അതിനു മുമ്പ് നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും? ഇവർക്ക് നൽകാനുള്ള പണത്തിൻ്റെ സിംഹഭാഗവും നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ടാകും. അവിടെ എത്തിയതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച് ചെന്നത് നമുക്കവിടെ ഇല്ല എന്നുറപ്പാകുമ്പോൾ തീർച്ചയായും നമ്മൾ ചതിക്കപ്പെട്ടു എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി എന്തു ചെയ്യും? ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യത്തിൽ നിന്ന്
നമ്മൾ പിന്നീട് ചെയ്യുന്നത് കിട്ടുന്ന ജോലി ചെയ്ത് നാട്ടിലെ ലോണുകൾ അടക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നാട്ടിലെ ലോണുകൾ അടക്കേണ്ടതാണല്ലോ. അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച നമുക്ക് പണയം തന്ന ആളുകൾക്കോ വലിയ പ്രയാസങ്ങളുണ്ടാകും. എന്ത് ത്യാഗവും സഹിച്ച് അവർ ബുദ്ധിമുട്ടാതിരിക്കാൻ കിട്ടുന്ന ജോലി ചെയ്ത് അത് അടക്കുക എന്നുള്ളതായിരിക്കും പിന്നീട് നമുക്ക് മുന്നിലുള്ള ഓപ്ഷൻ. പെട്ടെന്നൊരു തിരിച്ചറിവ് സാധ്യമല്ല. മറ്റൊരു വിഭാഗക്കാർ നമ്മളോട് സൗഹൃദം സ്ഥാപിച്ച് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഊറ്റിയെടുത്ത് പിന്നീട് നമ്മെ തള്ളിക്കളയുന്നവർ. പ്രത്യേകിച്ച് ഇവിടെ അവർ അകപ്പെടുത്തുന്നത് പെൺകുട്ടികളെയാണ്. പെൺകുട്ടികളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്ത് അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പ്രതീക്ഷകൾ നൽകി ശാരീരികമായ ഉപദ്രവങ്ങൾക്ക് പോലും ഉപയോഗപ്പെടുത്തി അവസാനം ഒന്നുമില്ലാതെ അവരെ നശിപ്പിച്ച് കളയുന്ന ഒരു വിഭാഗം ആളുകൾ. ഈ പെൺകുട്ടികളോട് ഇവർ പറയുന്ന മധുര സുന്ദര മനോഹരമായ വാഗ്ദാനങ്ങൾ എന്താണെന്നറിയാമോ? നിങ്ങൾക്കിവിടെ PR-നുള്ള സംവിധാനങ്ങൾ ചെയ്തു തരാം, നിങ്ങൾക്കിവിടെ സുഭിക്ഷമായി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാം, നല്ലൊരു കമ്പനിയിൽ ജോലി ശരിയാക്കി തരാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. രക്ഷകരുടെ രൂപത്തിൽ അവതരിക്കുന്ന ഇവർ അവരുടെ ആഗ്രഹം കഴിഞ്ഞാൽ, ദിവസങ്ങളെ കൊണ്ടോ മാസങ്ങളെ കൊണ്ടോ അവരുടെ ആഗ്രഹങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ഈ പെൺകുട്ടികളെ ചവറ്റുകൊട്ടയിൽ ഇടുന്നത് പോലെ തള്ളിക്കളയുകയാണ് ചെയ്യുക. 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒരു വിദേശ രാജ്യത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു വിദേശ രാജ്യത്ത്, ഒരു യൂറോപ്യൻ കൺട്രിയാണെന്ന് കരുതിക്കോളും, 2 സാഹചര്യങ്ങളിൽ നിന്ന് 2 പെൺകുട്ടികൾ എത്തിപ്പെടുന്നു. ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, 2ഉം വ്യത്യസ്ത കഥകളാണ്. എന്നാൽ ഇതിൻ്റെ മർമ്മം അല്ലെങ്കിൽ ഇവർക്ക് സംഭവിച്ചത് 2ഉം ഒന്നാണ്. ആദ്യത്തെ പെൺകുട്ടി കേരളത്തിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളോടെ അവിടെ എത്തുന്നു. പിന്നീട് ആ സ്ഥലത്ത് ഒരാളുമായി സൗഹൃദമാകുന്നു, സൗഹൃദം വളരുന്നു. അപ്പോഴെല്ലാം ഈ പെൺകുട്ടിക്ക് ലഭിച്ച, അല്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും ലഭിച്ച, അല്ലെങ്കിൽ ഒട്ടനവധി പെൺകുട്ടികളുടെ പ്രതിനിധികളായ ഈ പെൺകുട്ടികൾക്ക് ലഭിച്ച മധുരസുന്ദര വാഗ്ദാനങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞതാണ്. PR അടക്കമുള്ള വലിയ വാഗ്ദാനങ്ങളാണ്. അവരുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഈ പെൺകുട്ടികളിൽ നടത്തുന്നു. ഈ പെൺകുട്ടികൾ ഗർഭിണിയാകുന്നു. പിന്നീട് ആ പെൺകുട്ടി, അതിൽ ഒരു പെൺകുട്ടി വീട്ടിൽ വെച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ജനിച്ച ഉടനെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ പുറത്തുള്ള കച്ചറകൾ എടുത്തുകൊണ്ടു പോകുന്ന വാഹനങ്ങൾ വന്നു കൊണ്ടുപോകുന്ന വലിയ കച്ചറ ബോക്സുകൾക്കുള്ളിൽ ആ കുട്ടിയെ നിക്ഷേപിക്കുന്നു. തുടർന്ന് ഈ പെൺകുട്ടിക്ക് പ്രത്യേകമായ ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഡോക്ടർ പരിശോധിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. വയറുവേദന ആയിരുന്നു എന്ന് മാത്രം പറയുന്നു, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. വിശദമായ പരിശോധനകൾക്ക് ശേഷം, ആവശ്യമായ മെഡിസിനുകളും മരുന്നുകളൊക്കെ ഡോക്ടർ നൽകിയതിന് ശേഷം, വിശദമായ പരിശോധനയിൽ ഡോക്ടർക്ക് മനസ്സിലാകുന്നു ഇത് വെറും ഒരു വയറുവേദന ആയിരുന്നില്ല, മറ്റെന്തോ ഒരു കാര്യം ഈ കുട്ടിയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ കുട്ടി പറയുന്നില്ല. എങ്ങനെ ചോദിച്ചാലും, എത്ര തിരിച്ചു മറിച്ച് ചോദിച്ചാലും, ആര് ചോദിച്ചാലും വയറുവേദന എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രതികരണവും ഈ കുട്ടിയിൽ നിന്നില്ല. അവസാനം ഡോക്ടർ ഉറപ്പിച്ചു ഈ കുട്ടി ഗർഭിണിയായിരുന്നു. അതിന് അവൾ എന്തോ ചെയ്തിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി അവൾക്ക് മാനസികമായ സപ്പോർട്ടുകളൊക്കെ നൽകി ഡോക്ടർമാർ പറയാൻ വേണ്ടി
വളരെയധികം പ്രേരിപ്പിച്ചു. അവസാനം ഈ കുട്ടി ഉണ്ടായ സത്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ സൗഹൃദങ്ങളായിരുന്നു, അതിൽ ജനിച്ചു, പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ അവർ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഗർഭജീവനിലിട്ടു. തീർച്ചയായും ഡോക്ടർമാർക്കൊക്കെ ഇത് വളരെ വലിയ ഷോക്കായിരുന്നു. രണ്ടാമത്തെ പെൺകുട്ടി ഇതുപോലെ തന്നെ മധുരമനോഹര വാഗ്ദാനങ്ങളിൽ അകപ്പെട്ട് ഗർഭം ധരിച്ച് പിന്നീട് ആ കൊച്ചിനെ, വയറ്റിലുണ്ടായിരുന്ന കൊച്ചിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും എന്നാൽ അതിന് പറ്റാതെ ഹോസ്പിറ്റലിലേക്ക് വരികയും പരിശോധനകളിൽ തീർച്ചയായിട്ടും ഗർഭിണിയാണെന്ന് ഉറപ്പിക്കുകയും അല്ലെങ്കിൽ ഗർഭിണി ആയിരുന്നു എന്ന് ഉറപ്പിക്കുകയും ചോദ്യങ്ങളൊക്കെ ഡോക്ടർമാർ ചോദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയും പ്രത്യേകിച്ച് മറുപടികളൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ കാരണക്കാരെക്കുറിച്ചോ മറ്റോ ഒന്നും ഈ പെൺകുട്ടി മനസ്സ് തുറക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീട് കേൾക്കുന്ന വാർത്ത അല്ലെങ്കിൽ ആ ഡോക്ടർമാർ കാണുന്നത് കുറച്ച് സമയത്തിന് ശേഷം അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾക്കകം ആ ആശുപത്രിയിൽ വെച്ച് തന്നെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതാണ്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് എന്താണ് ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അധികൃതർക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആളുകൾക്ക് ഇത് വലിയ ഷോക്കായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവരെയൊക്കെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ സംബന്ധിച്ച്, ഒരു കുട്ടിക്ക് ജന്മം നൽകി ഉദ്ദേശിച്ചാൽ ഗർഭം ധരിക്കുന്ന കാലഘട്ടം മുതൽ ആ കുട്ടി ജനിക്കുന്നത് വരെ തീർച്ചയായും അതിനൊരു ആഘോഷമായി കാണുന്ന ഒരു ആളുകളാണവർ. അതായത് ഗർഭകാലത്തിൻ്റെ ഓരോ ഘട്ടവും ആഘോഷമായി കാണുന്നവർ. തീർച്ചയായും ആ ആളുകൾക്ക് ഇത് വലിയ ഒരു ഷോക്കായിരുന്നു. എനിക്ക് പറയാനുള്ളത്, തൊഴിൽ തേടി പോകുന്നവർ നമ്മളാണ്. അവസരങ്ങൾ തേടുന്ന യാത്രയിലാണ് ഓരോ മനുഷ്യനും. അവസരങ്ങൾ തേടി മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. തീർച്ചയാണ് മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി, മെച്ചപ്പെട്ട തൊഴിലിന് വേണ്ടി, മെച്ചപ്പെട്ട സാഹചര്യങ്ങൾക്കൊക്കെ വേണ്ടി മനുഷ്യർ തീർച്ചയായും യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഈ യാത്രകളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിസ്മരിച്ചു പോവുകയാണ്. 1000 കഥകൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇത്രയും 1000 കഥകളുണ്ടെങ്കിലും പലപ്പോഴും ഏജൻസികളുടെയോ അല്ലെങ്കിൽ ഇത്തരം തേൻ പുരട്ടിയ പലരുടെയും സംസാരത്തിലോ പെട്ടുപോവുകയാണ്. തൊഴിൽ തേടി നമ്മൾ പോയി ഏജൻസി വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ നമുക്കവിടെ ലഭിച്ചില്ലെങ്കിൽ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ചവർ നമുക്കെടുത്തു തന്ന ലോണിൻ്റെ വലിയ ബാധ്യതയും ഭാരവും നമുക്ക് പിറകിലുണ്ട്. പിന്നെ ചെയ്യാനുള്ളത് കിട്ടുന്ന ജോലികൾ അവിടെ ചെയ്ത് എത്രയും പെട്ടെന്ന് ആ ലോണുകൾ തീർക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ അത് തയ്യാറാകും. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയതിന് ശേഷം പലരും പിന്നീട് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒന്നുമാകാതെ തിരിച്ചു പോന്ന ഒട്ടനവധി പേരുമുണ്ട്. ചതിക്കുഴികൾ എല്ലായിടത്തുമുണ്ട്. ചതികളുടെ വിശാലമായ ലോകം നമുക്ക് ചുറ്റും വലവിരിച്ചിരിക്കുകയാണ്. പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരുമാണ്. നമുക്ക് പിറകെ വരുന്ന ആളുകൾ, നമ്മളെല്ലാവരും പല വിദേശ രാജ്യങ്ങളിൽ ജോലി തേടി വന്നവരാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണ്. നമുക്ക് പിന്നാലെ വരുന്ന സമൂഹത്തിനോട് അല്ലെങ്കിൽ യുവതയോട് നമുക്ക് പറയാനുള്ളത്, ചിന്തിക്കേണ്ടത് നിങ്ങളാണ്, പ്രവർത്തിക്കേണ്ടതും നിങ്ങളാണ്. തിരിച്ചറിവ് നേടുക എന്നതാണ് പ്രധാനം. അകപ്പെടാൻ എളുപ്പമാണ്. അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു പോരാൻ സാധ്യമാകണമെന്നില്ല. ഒരുപക്ഷെ ആത്മഹത്യയിലോ അല്ലെങ്കിൽ കാണാതാകുന്ന 1000 പേരിൽ ഒരാളോ ആയി ഒരുപക്ഷെ നമ്മളും മാറിയേക്കാം. ഇതിന് ഇടവരരുത്.
മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയാണ് മനുഷ്യൻ്റെ ഓരോ യാത്രയും. തീർച്ചയായും മനുഷ്യൻ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ യാത്രകൾ ദുരന്തങ്ങളിൽ അവസാനിക്കരുത്, മറിച്ച് നമ്മുടെ വിജയങ്ങളിലായിരിക്കണം അവസാനിക്കേണ്ടത്. പ്രതീക്ഷകളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ആ പ്രതീക്ഷക്കനുസരിച്ച് നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം. ചതികളും വിനകളും ഒക്കെ നമ്മളെ സമീപിച്ചുകൊണ്ടേയിരിക്കും. ഉറച്ച മനസ്സോടെ, തിരിച്ചറിവോടെ പ്രവർത്തിക്കുക. നന്ദി. മറ്റൊരു വിഷയമായി പിന്നീട് കണ്ടു.